രാമ 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 രണ്ടേ രണ്ട് ദിവസത്തിനകം അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർക്ക് രാജയോഗമാണ് വന്നു ചേരുന്നത്. ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ച് ഓരോ വ്യക്തിക്കും രാജയോഗം വന്നു ഭവിക്കുന്നു. സാമ്പത്തിക നേട്ടം, നല്ല കുടുംബജീവിതം, നല്ല ജോലി, ഉയർന്ന ആഡംബര ജീവിതം, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന അപൂർവ നേട്ടങ്ങൾ, ഇവയൊക്കെ രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇത്തരമൊരു ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. 1199 കുംഭമാസം 1-ാം തീയതി മുതൽ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും. വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും. ജാതകത്തിലെ ബലാബലങ്ങൾക്ക് അനുസരിച്ച് രാജയോഗം വന്നു ചേരുന്നു. രാജയോഗവും ഗജകേസരി യോഗവും നിങ്ങളെ ഉന്നതിയിൽ എത്തിക്കും. ചില നക്ഷത്രജാതകരുടെ സമയം തെളിയുമ്പോൾ ആ നക്ഷത്രജാതകർ ആ ഒരു സമയത്ത് രക്ഷപ്പെട്ടിരിക്കും. അവർ എത്ര വലിയ കടുത്ത ദാരിദ്ര്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഏത് പ്രതിസന്ധിയും ഇവർ അതിജീവിക്കും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും. ഇങ്ങനെയൊരു രാജയോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുവാൻ കാരണം ഈ നക്ഷത്രജാതകർക്ക് ഉച്ചനായ ഒരു ഗ്രഹം നിൽക്കുന്നു, ഒപ്പം ഒരു ബന്ധുഗ്രഹവും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാജയോഗം അനുഭവിക്കും എന്ന് പറയുന്നത്. തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെട്ടിരിക്കും. ഇവരുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് വലിയ ഒരു രാജയോഗം തന്നെയാണ്. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവർ ഈ ഒരു കാലയളവിൽ സാധിക്കുക തന്നെ ചെയ്യും. ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കുവാനും ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ അവസരമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. 1199 കുംഭമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്നലെ വരെ കുറിച്ച എല്ലാ നക്ഷത്രജാതകരുടെയും പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അത് നാളത്തെ ചൊവ്വാഴ്ച ദിവസത്തെ പൂജാവേളയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും ഒക്കെ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയുമായ അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും അതിൻ്റെ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദവും ചേർന്ന മേടൻ രാശിയിലെ ഈ നാടുകാർക്ക് രാജയോഗം വന്നു ചേരും. ആഗ്രഹിച്ചതെന്തും ഈ നക്ഷത്രജാതകർ സ്വന്തമാക്കും. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നു ചേർന്നിട്ടുള്ള ഇവർക്ക് ഇനി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ദേവീ ഭക്തനാണ് നിങ്ങൾ എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും ജീവിതം മാറുന്ന സമയമാണ്. ഒത്തിരി സമൃദ്ധി വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്
അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പായും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രജാതകർ മകവും പൂരവും ഉത്രം 1-ാം പാദവും അടങ്ങിയ ചിങ്ങൻ രാശിക്കാർക്ക് 1199 കുംഭമാസം 1-ാം തീയതി മുതൽ തീർച്ചയായും രാജയോഗം വന്നു ചേരും. അവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് കഴിയും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഒരു പുതിയ വീട് വയ്ക്കണം എന്നുള്ള ഇവരുടെ ആഗ്രഹം നടന്നു കിട്ടും. മംഗല്യ സൗഭാഗ്യത്തിന് ഇടവരും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ഈ ഭാഗ്യ നക്ഷത്രജാതകർ. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി രാജയോഗം തന്നെയാണ്. അടുത്ത നക്ഷത്രജാതകർ മൂലം, പൂരാടം, ഉത്രാടം. ഇവർക്കും ഈ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് സിദ്ധിക്കുകയും ജീവിതം മാറിമറിയുകയും ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും. ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്, പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ 9 നക്ഷത്രജാതകർക്കും ഇനി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നടന്നു കിട്ടും. ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്ന് ചാടുന്നവരുമാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർ. ശുഭമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഇവർ ഒഴിവാക്കണം. ചില വഴിപാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. 1-ാം തീയതി ദിവസം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നാളെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമത്തിന് എഴുതിയിടുക. 1-ാം തീയതി രാവിലെ നിങ്ങൾ ആ ഒരു ഗണപതി ഹോമം കണ്ട് നിങ്ങൾ തൊഴാൻ കഴിയുമെങ്കിൽ തൊഴുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഐശ്വര്യം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സമ്പത്ത് നല്ല നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരും. ഈ പറഞ്ഞ 9 നക്ഷത്രജാതകരും അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും മകമാണെങ്കിലും പൂരമാണെങ്കിലും ഉത്രമാണെങ്കിലും മൂലമാണെങ്കിലും പൂരാടമാണ് ഉത്രാടമാണ് എങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച എല്ലാ കാര്യവും നടന്നു കിട്ടുവാൻ വേണ്ടി അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. രാമനാമം ചൊല്ലുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കും. അപ്പോൾ 1-ാം തീയതി ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. രണ്ടാമത് നിങ്ങൾ ഒരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഒരു ശത്രുസംഹാര പൂജ നടത്തുക. ശത്രുക്കൾ ഒന്നും ഉണ്ടാകരുത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഭിചാര ദോഷങ്ങളോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധി വന്നു ചേരാനും സന്തോഷം വന്നു ചേരാനും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ പോവുക. ഈ മാസം തന്നെ അവിടെ പോയി വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.